ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ കായലും ഹൗസ് ബോട്ടും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ആലപ്പുഴയിലെ ഒരു കാവിനെ കുറിച്ചാണ്. കേരളത്തിൽ വനമില്ലാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വണ്ടാനം കാവാണ് ആലപ്പുഴയെ വന്യതയിൽ സമ്പന്നമാക്കുന്നത്. മലയാളത്തിലെയും അന്യഭാഷകളിലെയും ഒട്ടേറെ സിനിമകൾക്ക് വനദൃശ്യം നൽകിയതും ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഈ വണ്ടാനം കാവാണ്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാട് പിന്നീട് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലം മുതൽ കാവായി സംരക്ഷിച്ചു പോന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ വണ്ടാനം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഈ കാവ്. വർഷങ്ങൾക്ക് മുൻപ് കാവിന്റെ മധ്യഭാഗത്തു കൂടി ദേശീയപാത വന്നപ്പോൾ 30 ഏക്കർ ഉണ്ടായിരുന്ന കാവ് രണ്ടായി വിഭജിക്കപ്പെട്ടു. റെയിൽവേയുടെ വികസനത്തിലൊക്കെ ആയിട്ട് 2-3 പ്രാവശ്യം അവിടുന്ന് മണ്ണെടുക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ NH-ൻ്റെ വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ടും കാവിൻ്റെ നല്ലൊരു ഭാഗം, ഏതാണ്ട് ഒരു പകുതിയോളം ഭാഗം വേണമെങ്കിൽ നമുക്ക് പറയാം നഷ്ടപ്പെട്ടു എന്ന് പറയാം. കാവിലെ ചടങ്ങുകളും നാഗാരാധനയും പഴമയോടുകൂടി തന്നെ തുടർന്നു പോകുന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശം വേറൊരു പ്രത്യേകത കൊണ്ട് അവിടെ നാഗാരാധന നടത്തിക്കൊണ്ട് അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്നാണ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ എല്ലാ വർഷവും കന്നിമാസത്തിൽ അവിടെ നാഗാരാധന നടത്താറുണ്ട്. അതും ആ നാഗാരാധന ഉള്ളതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ആ കാവ് ഇപ്പോഴും നിലനിൽക്കുന്നു നമുക്ക് വേണേൽ പറയാം. അതല്ലാതെ ഒരുപക്ഷെ ആ കാവ് ഈ നാഗാരാധന ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കാവ് ഒരുപക്ഷെ വിട്ട് തെളിച്ചേനെ. എല്ലാ കാലത്തും ജലസമൃദ്ധിയായ 3 ജലാശയങ്ങൾ മറ്റൊരു സവിശേഷതയാണ്. വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കൈത്തോടുകളുമുണ്ട്. അപൂർവ ഇനം സസ്യശേഖരം, ചിത്രശലഭങ്ങൾ, പക്ഷികൾ, ചീവീടുകൾ, വള്ളിച്ചെടികൾ, ഔഷധികൾ, ആൽഗ തുടങ്ങി കണ്ടൽക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. പൊതുവേ നമ്മൾ കാവുകളെക്കുറിച്ച് വളരെ മനോഹരമായ സങ്കല്പങ്ങളാണ് നമ്മുടെ കഥകളിലും കവിതകളിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവയെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തുന്നുണ്ടൊരു ദുഃഖകരമായ വസ്തുതയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, തീരദേശ ജില്ലയാണ്, സ്വാഭാവികമായിട്ടുള്ള വനമില്ലാത്ത ജില്ലയാണ്. ഇവിടെ കാവുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട്, പരിസ്ഥിതി പ്രാധാന്യം ഉള്ളവയുമാണ്. നമ്മുടെ മണ്ണാറശാല അല്ലെങ്കിൽ തൃശ്ശൂരിൽ പോലെയുള്ള സ്ഥലങ്ങളിലെ ഇരിങ്ങോൾ കാവ്, ഇതുപോലെയൊക്കെ വളരെ പ്രസിദ്ധമായ കാവുകൾ നമുക്കുണ്ട്. നമ്മുടെ പൂർവികർ ഈ കാവുകളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭക്തിയുടെയും അതുപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റിയുടെയും ഒക്കെ ഒരു അംശം കൂടി കലർത്തിയാണ് നമുക്ക് നിറം പിടിപ്പിച്ച കഥകൾ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകളാണ് കാവുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഭ്രപാളികളിൽ പലതവണ ഈ കാവിൻ്റെ പല ദൃശ്യങ്ങൾ ജനലക്ഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. നസീറും സത്യനും ഉമ്മറും ജയനും ഒക്കെ തകർത്തഭിനയിച്ച ലൊക്കേഷനാണ് ഇവിടം. 1950 പുറത്തിറങ്ങിയ നല്ല തങ്കയാണ് ഇവിടെ ചിത്രീകരിച്ച ആദ്യ സിനിമ. ആലപ്പുഴ ഉദയയുടെ നല്ല കാലത്ത് തുടങ്ങിയതാണ് ഇവിടുത്തെ വനചിത്രീകരണം. വനമാല, തിലോത്തമ, പഞ്ചവൻകാട്, ആനപ്പാച്ചൻ, റിംഗ്ടോൺ, ഡ്രാക്കുള, ലിറ്റിൽ സൂപ്പർമാൻ തുടങ്ങിയ സിനിമകൾ
കാവിനെ ഒപ്പിയെടുത്തവയാണ്. വേണുനാഗവള്ളി ചിത്രമായ ലാൽ സലാമിൽ മോഹൻലാലും മുരളിയും ഗീതയും ഒളിവിൽ പാർക്കുന്നത് ഈ കാവിലാണ്. ഉദയ സ്റ്റുഡിയോയുടെ കുഞ്ചാക്കോ അദ്ദേഹം ഒരു 3-4 സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പടിഞ്ഞാറെ കാവിലെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് നടത്തിയത്. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ വണ്ടാനംകാവ് മനുഷ്യന്റെ അനധികൃത ഇടപെടൽ മൂലം ഇന്ന് നാശത്തിന്റെ വക്കിലെത്തി. പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പ്ലാസ്റ്റിക്, മദ്യക്കുപ്പികൾ, ഇറച്ചി അവശിഷ്ടങ്ങൾ തുടങ്ങി ഒട്ടേറെ മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. കൃത്യമായി കാവ് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് കിടക്കുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ കൊണ്ടിടുന്നുണ്ട്, മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ട്. അതിൽ നിന്നൊന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ വലിയ കാര്യമായിരുന്നു. ഇതുകൂടാതെ കാവിൽ നിന്ന് വ്യാപകമായി മരം മുറിച്ചു കടത്തുന്നതും മണൽ കടത്തുന്നതും ഇതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. വഴികൾ വളരുമ്പോൾ, നമ്മുടെ യാത്രയുടെ വേഗം കൂടുമ്പോൾ ഇതുപോലെയുള്ള പല കാവുകളും, വണ്ടാനംകാവ് പോലെയുള്ള പല കാവുകളും ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന കുളിർമയുടെ ശുദ്ധവായുവിൻ്റെ ആ പച്ചത്തുരുത്തുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം.